ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമുക്ക് കുക്കറിൽ ഒട്ടും എണ്ണ കുടിക്കാതെ അതുപോലെ തന്നെ കുറഞ്ഞ എണ്ണയിൽ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് പൂരി റെഡിയാക്കാന്നുള്ള നല്ലൊരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റത്തെ ടിപ്സ്, നമ്മൾ ഇതുപോലെ കുബൂസൊക്കെ റെഡിയാക്കും അല്ലേ. കുബൂസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അധികവും ഓവനിൽ ചുട്ടെടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ പാനിൽ ചുട്ടെടുക്കും അല്ലേ. അപ്പോൾ അത് ഞാനിതുപോലെ നമ്മൾ റോട്ടിയൊക്കെ ഉണ്ടാക്കുന്ന കല്ലില്ലേ, പത്തിരിക്കല്ല്, അതിൻ്റെ മുകളിലാണ് ഇതുപോലെ 4 എണ്ണം ഒരുമിച്ചിട്ട് ചുട്ടെടുക്കും. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ഇത് ഞാൻ 2 പ്രാവശ്യം ഒന്ന് മറിച്ചിട്ട് കൊടുക്കും കേട്ടോ. അതിന് ശേഷം ഞാൻ ചെയ്ത് കൊടുക്കുന്നത്, നമ്മൾ ഇതുപോലെ ഗ്യാസ് സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കും. ഗ്യാസ് സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു കുബൂസ് എടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും. അന്നേരം നമ്മൾ നല്ല പൊങ്ങി വന്നിട്ടുള്ള നല്ല അടിപൊളി കുബൂസ് നമുക്ക് റെഡിയാക്കി എടുക്കും. നല്ല സോഫ്റ്റും ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കുബൂസിന് വേറെ തന്നെ ഒരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഗോതമ്പ് മാവിനെ കൊണ്ട് കുബൂസ് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല കിഡിലൻ ടേസ്റ്റായിട്ടുള്ള നല്ല അടിപൊളി കുബൂസ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഞാൻ 2 പ്രാവശ്യം അപ്പുറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കുബൂസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കുബൂസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള കുബൂസ് നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്സ്, നമ്മൾ ഇതേപോലെയുള്ള ചായപാത്രം ഉണ്ടാവും അല്ലേ. ഈ ഒരു ചായപാത്രത്തിന് മുഴുവനായിട്ടും കറ പിടിച്ചിട്ടുണ്ടാകും. നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കറ പിടിച്ചിട്ടുണ്ടാകും. ആ ഒരു കറ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് കളയാന്നുള്ള നല്ലൊരു ടിപ്സാണ് കാണിക്കുന്നത്. അതിനു വേണ്ടി ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് 1 ടീസ്പൂണ് ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കെറ്റിൽ ചൂടുവെള്ളം ഉള്ളത് കൊണ്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ഒരു ചായ അരിപ്പയില്ലേ, ഈ ചായ അരിപ്പയിൽ മുഴുവനായിട്ടും കറ പിടിച്ചിട്ടുണ്ട്. ഈ ഒരു ചായ അരിപ്പ നമുക്കൊന്ന് ക്ലീനാക്കി എടുക്കണം. അതും ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ചായ അരിപ്പ ഇതുപോലെ ചെയ്യരുത്. നമ്മൾ ഇതുപോലുള്ള ചായ അരിപ്പ മാത്രം സ്റ്റീലിൻ്റെ അരിപ്പ മാത്രം ഇതുപോലെ ചെയ്യേണ്ട. പ്ലാസ്റ്റിക്കിൻ്റെ ആകുമ്പോൾ അടിയിൽ നിന്നും ഉരുകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതുപോലുള്ള സ്റ്റീലിൻ്റെ അരിപ്പ മാത്രം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം ഇതൊന്ന് തണയുന്നത് വരെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. കുറച്ച് സമയം തണയാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ള കറയൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു സ്റ്റീൽ ബോർഡ് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുകയേ വേണ്ടൂ. ഇതിൻ്റെ ഇടയിലുള്ള ചായപ്പൊടിയൊക്കെ ഇളകി വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു ചെമ്പ്, നമ്മൾ ചായ ഉണ്ടാക്കുന്ന പാത്രമില്ലേ, അതും കൂടി നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുകയേ വേണ്ടൂ. അപ്പോൾ തന്നെ ആ ഒരു കറയൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി നോക്കാം എത്രത്തോളം ഇതിൻ്റെ ഉൾവശം ക്ലീൻ ആയിട്ടുണ്ട് എന്ന് നോക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല രീതിയിൽ നല്ല തിളക്കത്തിൽ നമ്മുടെ ചായപാത്രം ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൈ വെച്ചിട്ട് ഉരച്ച് കഴുകി ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഇതുപോലെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മൾ ഈ ഒരു ചായ അരിപ്പ എങ്ങനെ ക്ലീൻ ആയിട്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല രീതിയിൽ ചായ അരിപ്പയും നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടിട്ടുണ്ട്. കറയൊക്കെ പോയിട്ടുണ്ട്. ഇനി അടുത്ത ടിപ്സ്, നമ്മൾ കുക്കറിൽ എങ്ങനെയാണ് കുറഞ്ഞ ഓയിലിൽ നല്ല പ്ലഫി ആയിട്ടുള്ള ഒട്ടും എണ്ണ കുടിക്കാതെ പൂരി ചുട്ടെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ 1 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ 1 കപ്പ് മൈദ മാവും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മാവ് എടുക്കാറ് അതുപോലെ എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ്
പൂരി റെഡിയാക്കാറ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഗോതമ്പ് മാവും മൈദമാവും എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവിത ഞാൻ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നത്, നമുക്ക് കൈനെ കൊണ്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നതിന് പകരം മാവ് നമ്മൾ ഇതേപോലെ എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് നമ്മൾ നന്നായിട്ട് ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു കത്തി എടുത്തിട്ട് നമുക്ക് എല്ലാം ഒരേ അളവിൽ മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഒരേ അളവിൽ തന്നെ നമുക്ക് മുറിച്ചെടുക്കാം. നമ്മൾ കൈനെ കൊണ്ട് ഉരുട്ടിയെടുക്കുമ്പോൾ ഒന്ന് വലുതും ഒന്ന് ചെറുതും ഒക്കെ ആയിട്ടാണ് കിട്ടുക. പിന്നെ അതുമല്ല, നമ്മൾ ഓരോന്നായിട്ട് കൈനെ കൊണ്ട് എടുത്തിട്ട് ഉരുട്ടുന്നതിനേക്കാളും ഏറ്റവും എളുപ്പം ഇതുപോലെ നമ്മൾ കയ്യിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുകയും വേണ്ടു. നമുക്ക് ഓരോ ബോൾസും ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം എളുപ്പത്തിൽ നമുക്ക് പണി തീർക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ നമ്മളെ കയ്യിലൊരു ബോട്ടിലുണ്ടെങ്കിൽ, ഇതുപോലെ അടപ്പിന് ഹോൾസുള്ള ബോട്ടിലുണ്ടെങ്കിൽ നല്ല ഉപകാരമാണ്. നമ്മൾ ചപ്പാത്തി ആയാലും പൂരിയൊക്കെ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ഇതേപോലെ ഒരു ബോട്ടിലെടുക്കുക. എന്നിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിൽ നമ്മൾ മൈദമാവ അല്ലെങ്കിൽ ഗോതമ്പ് മാവ ഏതെങ്കിലും ഒരു മാവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ പരത്തിയെടുക്കുമ്പോൾ നമ്മൾ പേപ്പറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ടിട്ടാണ് നമ്മൾ പരത്തിയെടുക്കുക അല്ലേ. അപ്പോൾ കൗണ്ടർ ടോപ്പ് നിറയെ വൃത്തികേടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ കൗണ്ടർ ടോപ്പിൽ ഒരു തുള്ളി പോലും പൊടി എവിടെയും ആവുകയും ചെയ്യില്ല. നമുക്ക് പൊടി അങ്ങനെ നശിപ്പിച്ച് കളയാൻ വേണ്ട. ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഒരു പൗഡർ നമ്മൾ ഇടുന്നത് പോലെ നമുക്ക് ഈ ഒരു ബോട്ടിലിനെ കൊണ്ട് മാവ് ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ബോട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ബോട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അടപ്പുണ്ടാവില്ല, ആ ഒരു അടപ്പിന് ഹോൾസ് ആക്കിയിട്ട് ഇതുപോലെ ചെയ്താലും മതി. ഇത് ഞാൻ പൂരിക്ക് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് പൊടിയൊന്നും വേസ്റ്റായി പോകില്ല. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു അടപ്പ് നമുക്ക് ബാക്കിയുള്ളത് ഇതേപോലെ നമുക്ക് അടച്ച് വെച്ച് വെക്കുകയും ചെയ്യാം. ഇനി നമുക്ക് കുക്കറിൽ പൂരി എങ്ങനെയാണ് പൊരിച്ചെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കുക്കർ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലൊരു 1/4 ഭാഗം ഓയിൽ മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. കുറേ ഓയിൽ, മുങ്ങിപ്പൊരിയേണ്ട ഓയിലൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. നമ്മൾ ചീനച്ചട്ടിയിലൊക്കെ പൊരിക്കുകയാണെങ്കിൽ നല്ല ഓയിൽ നിറയെ ഒഴിച്ചു കൊടുക്കണം അല്ലേ. ഇത് ഞാൻ കുറച്ച് ഓയിൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ എത്രത്തോളം ഓയിലാണ് ഇതിൽ ഞാൻ ഒഴിച്ചിട്ടുള്ളത് എന്ന്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ ഒരു പൂരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ നന്നായിട്ട് ഈ ഒരു പൂരി പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് നല്ല രീതിയിൽ ബോൾ പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല പൂരി നമ്മൾ കുക്കറിൽ ചുട്ടെടുക്കാൻ പറ്റും. കുക്കറിലാവുമ്പോൾ 4 ഭാഗവും ഇത് മൂടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ കുറഞ്ഞ എണ്ണയിൽ ഈ ഒരു പൂരി നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുകയേ വേണ്ടൂ. അപ്പോൾ തന്നെ ഈ ഒരു പൂരി നല്ല രീതിയിൽ പൊങ്ങി വരും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നല്ല രീതിയിൽ നല്ല ഫ്ലഫി ആയിട്ടുള്ള പൂരി ചുട്ടെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു കുക്കറിൽ പൊരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഒട്ടും എണ്ണ കുടിക്കുകയും ചെയ്യില്ല. നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് പൊരിച്ചെടുക്കാനും പറ്റും. അപ്പം നമുക്ക് കുറേ ഗ്യാസ് ഇതിലൂടെ നമുക്ക് ലാഭിക്കാൻ പറ്റും. നമ്മൾ ചീനച്ചട്ടിയിലൊക്കെ പൊരിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലാക്കിയിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കാറല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ പൊരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്യാസും ലാഭം, ഓയിലും ലാഭിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള പൂരി നമുക്ക് ചുട്ടെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്